വേനൽ ചൂട് കടക്കുന്നതോടെ കേരളത്തിലെ എ സി വിപണികൾ ഉണരുകയായി. ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ് കേരളത്തിലെ എ സി വിപണിക്കാലം. പുതിയ എ സി വാങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇൻവെർട്ടർ എ സികൾക്കാണ് ഇപ്പോൾ കൂടുതൽ ഡിമാൻഡ്. അതിൽ തന്നെ പെട്ടെന്ന് തണുപ്പിക്കുന്നതും വൈറസിനെയും ബാക്ടീരിയയും നശിപ്പിക്കുന്നതുമായ എ സികളോടാണ് കൂടുതൽ താല്പര്യം. എന്താണ് ഇൻവെർട്ടർ എ സി? ഇൻവെർട്ടറിൽ പ്രവർത്തിക്കുന്ന എ സി എന്നാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. എന്നാൽ സംഗതി അതല്ല. സാധാരണ എ സിയിൽ തണുപ്പ് ക്രമീകരിക്കപ്പെടുന്നത് കംപ്രസർ ഓൺ ഓഫ് ആകുന്ന രീതിയിലാണ്. അതായത് 23°C താപനില സെറ്റ് ചെയ്യുമ്പോൾ ആ താപനില എത്തുന്നത് വരെ കംപ്രസർ ഓൺ ആവുകയും അതിനുശേഷം ഓഫ് ആവുകയും ചെയ്യുന്നു. വീണ്ടും താപനില ഉയരുമ്പോൾ കംപ്രസർ ഓൺ ആകുന്നു. ഇത് വൈദ്യുതി നഷ്ടം ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇൻവെർട്ടർ എ സികളിൽ ഇങ്ങനെയല്ല. ഒരു പ്രത്യേക താപനില എത്തിക്കഴിയുമ്പോൾ സ്റ്റാൻഡ് ബൈ മോഡിലേക്ക് കംപ്രസർ മാറും. ഇത് വൈദ്യുതി കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പ്രത്യേക സെൻസറിന്റെ സഹായത്തോടെയാണ് ഇവ പ്രവർത്തിക്കുന്നത്. എവിടെയാണ് എ സിയുടെ സ്ഥാനം നൽകുക? സീലിംഗിൽ നിന്നും 1-1.5 അടി താഴെയായി വേണം എ സിയുടെ ഇൻഡോർ യൂണിറ്റ് പിടിപ്പിക്കേണ്ടത്. ഇത്രയെങ്കിലും അകലമുണ്ടെങ്കിൽ വായുവിന് സുഗമമായി സഞ്ചരിക്കാൻ കഴിയുള്ളൂ. മിക്ക യൂണിറ്റിലും മുകളിൽ നിന്ന് വായു വലിച്ചെടുക്കുക. താഴ്ഭാഗത്തു കൂടി തണുപ്പിച്ച് വിടുന്നതാണ് പദ്ധതി. മുറിയുടെ മധ്യഭാഗത്ത് തന്നെ എ സി കൊടുക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ എല്ലാ ഭാഗത്തും തണുപ്പെത്തുകയുള്ളൂ. എത്ര ടണ്ണിന്റെ എ സി വേണം? പലർക്കുമുള്ള സംശയമാണ്. പണ്ടുണ്ടായിരുന്നതുപോലെ 3/4 ടണ്ണിന്റെ എ സി ഇന്ന് ലഭ്യമല്ല. ഇന്ന് വിപണിയിൽ 1, 1.5, 2 ടൺ എന്നീ എ സികളാണ് ലഭ്യമാകുന്നത്. ടൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുറി തണുപ്പിക്കാനുള്ള ശേഷിയാണ്. മുറിയുടെ വലുപ്പം അനുസരിച്ച് വേണം എ സി സെലക്ട് ചെയ്യാൻ. ഇതറിയാനായി ഒരു എളുപ്പ വഴിയുണ്ട്. 140 സ്ക്വയർ ഫീറ്റ് വരെയുള്ള മുറികൾക്ക് 1 ടണ്ണിന്റെ എ സി, 140 മുതൽ 180 വരെയുള്ളതിന് 1.5 ടണ്ണും, 180 മുതൽ 240 വരെയുള്ളതിന് 2 ടണ്ണിന്റെ എ സിയും ഉപയോഗിക്കാം. ജനലിന്റെ സ്ഥാനം, മുറിയുടെ വലുപ്പം എന്നിവ കൂടി കണക്കിലെടുത്ത് വേണം എ സിയുടെ ടൺ നിശ്ചയിക്കാൻ. കിടപ്പ് മുറിയിൽ എവിടെ എ സി വെക്കാം? കട്ടിലിന്റെ ഹെഡ് ബോർഡിന് മുകളിലായി എ സി വെക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. നെഞ്ചിലോ തലയിലോ സ്ഥിരമായി തണുപ്പടിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. കൂടാതെ എന്തെങ്കിലും തരത്തിലുള്ള വാട്ടർ ലീക്ക് വരികയാണെങ്കിൽ കട്ടിലേക്ക് വെള്ളം വീഴാനും സാധ്യതയുണ്ട്. വാതിലിന് നേരെയായി വെക്കാതെ കട്ടിലിന്റെ ഇടതോ വലതോ ഉള്ള ചുമരിൽ വയ്ക്കുന്നതായിരിക്കും ഉത്തമം. വീടിന്റെ പുറം ചുമരിൽ ധാരാളമായി വായുസഞ്ചാരമുള്ള ഭാഗത്ത് വേണം എക്സ്റ്റേണൽ യൂണിറ്റ് പിടിപ്പിക്കാൻ. ഇരുമ്പിന്റെ പ്രത്യേകമായ വോൾ ബ്രാക്കറ്റുകൾ ഇന്ന് വിപണിയിൽ സുലഭമായി ലഭിക്കുന്നുണ്ട്. ഇതിൽ വേണം എക്സ്റ്റേണൽ യൂണിറ്റ് ഘടിപ്പിക്കാൻ. ഇത് വൈബ്രേഷൻ ഒഴിവാക്കാനും അടിഭാഗം തുരുമ്പിക്കാതിരിക്കാനും സഹായിക്കും. എത്ര തണുപ്പേകാം? 23 മുതൽ 26 ഡിഗ്രി വരെയുള്ള താപനിലയാണ് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഉത്തമം. ഇതിനിടയിലുള്ള ഒരു താപനില സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറായി സെറ്റ് ചെയ്യാം. 18°C താഴെയുള്ള താപനിലയാണെങ്കിൽ ഡ്രൈ സ്കിൻ പോലെയുള്ള അസുഖങ്ങൾ വരാൻ കാരണമാകും. നിലവിലുള്ള വീടുകളിൽ എങ്ങനെ എ സി പിടിപ്പിക്കാനാകും? വയറിംഗ് മികച്ചതാണെങ്കിൽ വളരെ എളുപ്പത്തിൽ എ സി നൽകാൻ കഴിയും. ഇൻഡോർ ഔട്ട്ഡോർ യൂണിറ്റ് കണക്ട് ചെയ്യാനായി ചുമര് തുളച്ച് നൽകേണ്ടി വരും. പവർ പ്ലഗ് കൊടുക്കേണ്ടി വരും. 2 ഇഞ്ചിന്റെയോ 3 ഇഞ്ചിന്റെയോ പൈപ്പ് നൽകിയാൽ മതിയാകും. പരിപാലനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഇന്നത്തെ മിക്ക എ സികളും പ്രവർത്തിക്കുന്നത് സെൻസറുകളുടെ സഹായത്തോടെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ സർവീസുകൾ ചെയ്യണം. ഫിൽറ്ററിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയും വേണം.